ടെഹ്റാനിലെ ഇസ്രയേൽ ആക്രമണത്തിന് പിന്നാലെ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വൻ വർധനവ്. ഇന്ന് 2 തവണ വില കൂടി. പവന് 2920 രൂപ കൂടി 1,23,720 രൂപയിലാണ് വ്യാപാരം. വർദ്ധിച്ചുവരുന്ന ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ കാരണം ആഗോള വിപണിയിൽ സ്വർണ്ണവില ഉയരുകയാണ്. പ്രതീക്ഷകളെല്ലാം തല്ലിക്കെടുത്തി യുദ്ധാന്തരീക്ഷം. മിസൈലായി സ്വർണ്ണവില പിടിവിട്ട് കുതിക്കുകയാണ്. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് ഇന്ന് സ്വർണ്ണ വ്യാപാരം നടത്തുന്നത്. സാധാരണക്കാരന് സ്വർണം എന്നത് വെറും സ്വപ്നമാകുന്ന സാഹചര്യം. സ്വർണ്ണാഭരണ പ്രേമികൾക്ക് വളരെ പ്രതീക്ഷ നൽകിക്കൊണ്ടാണ് ഫെബ്രുവരിയിൽ സ്വർണ്ണ വ്യാപാരം ആരംഭിച്ചത്. ജനുവരിയെ അപേക്ഷിച്ച് ഏകദേശം 10,000-ഓളം രൂപയുടെ ഇടിവ് തന്നെയായിരുന്നു പവൻ വിലയിൽ രേഖപ്പെടുത്തിയതും. എന്നാൽ പോകെ വീണ്ടും വില ഉയരുന്നതാണ് കണ്ടത്. എന്നാൽ ഇന്ന് സ്വർണം വീണ്ടും സർവകാല റെക്കോർഡ് തൊടുമോ എന്നത് പുതിയ ആശങ്ക വരുത്തുകയാണ്. ഇറാൻ ആക്രമണത്തിൽ പറന്നിരിക്കുകയാണ് സ്വർണ്ണവില. കേരളത്തിൽ ഇന്ന് ഒറ്റ ദിവസത്തെ വർധനവ് 5,240 രൂപയാണ്. കേരളത്തിൽ സ്വർണ്ണവിലയിൽ ഇന്ന് ഉച്ചയ്ക്ക് വൻ കുതിപ്പ് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. രാവിലെ 2,000 രൂപയിലധികമായിരുന്നു സ്വർണ്ണവില ഉയർന്നത്. എന്നാൽ ഉച്ചയ്ക്ക് വൻ കുതിപ്പാണ് രേഖപ്പെടുത്തുന്നത്. 3,000-ഓളം രൂപ കൂടി. ഇനി സ്വർണ്ണവില വച്ചടി ഉയരുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇറാനെതിരെ ഇസ്രയേലും അമേരിക്കയും ആക്രമണം തുടങ്ങിയതാണ് ഇപ്പോൾ ആഗോള വിപണിയെ ഇളക്കി മറിച്ചിരിക്കുന്നത്. ആശങ്കയിലായ നിക്ഷേപകർ സ്വർണം വാങ്ങിക്കൂട്ടുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. ഇസ്രയേൽ, അമേരിക്കൻ സൈനികർ സംയുക്തമായാണ് ഇറാനിലെ 30 ഇടങ്ങളിൽ ആക്രമണം നടത്തിയതെന്നാണ് പറയുന്നത്. ഇതിനു മറുപടിയായി ഇറാൻ പ്രത്യാക്രമണവും തുടങ്ങിക്കഴിഞ്ഞു. ഇതോടെ ക്രൂഡ് ഓയിൽ വില ഉയരാൻ തുടങ്ങി. തൊട്ടു പിന്നാലെ സ്വർണ്ണവിലയും കുതിക്കുന്നതാണ് കണ്ടത്. യുദ്ധം വേഗത്തിൽ പ്രതിഫലിക്കുന്നത് എണ്ണം സ്വർണ്ണ വിപണികളിൽ തന്നെയാണ്. എന്തായാലും അവശ്യവസ്തുക്കളുടെയും വില ഇനിയും വർദ്ധിക്കുമെന്നാണ് പറയുന്നത്. കേരളത്തിൽ രാവിലെ 1 ഗ്രാമിന് 290 രൂപയും പവന് 2,320 രൂപയുമാണ് കൂടിയത്. ഉച്ചയ്ക്കാകട്ടെ ഗ്രാമിന് 365 രൂപയും പവന് 2,920 രൂപയും കൂടി. യുദ്ധഭീതി ഉയർന്നതോടെയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര വിലയ്ക്കൊപ്പം വലിയ മാറ്റങ്ങൾ വന്നത്. ഇതോടെ ഇന്ന് ഒറ്റ ദിവസം പവൻ വിലയിൽ 5,240 രൂപയുടെ വർധനവാണ് രേഖപ്പെടുത്തിയത്. ഇനിയും വില കുത്തനെ കൂടുമെന്ന് തന്നെയാണ് നിലവിലെ സാഹചര്യത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, പശ്ചിമേഷ്യ ആശങ്കയിലാകുന്നതോടെ ലോകവിപണി തകിടം മറിയാനാണ് സാധ്യതയെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇറാനെതിരായ നീക്കം തുടരുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത്. 4 ദിവസം നീളുന്ന ആക്രമണമാണ് പദ്ധതിയെന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രിയും അറിയിച്ചത്. ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇറാനും അറിയിച്ചു കഴിഞ്ഞു. അതിനാൽ തന്നെ ഇനി എന്ത് സംഭവിക്കുമെന്നതും ആകാംക്ഷ നിറഞ്ഞൊരു കാര്യമാണ്. എന്തായാലും സംഘർഷം തുടരുന്ന സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. അങ്ങനെ സംഭവിച്ചാൽ സ്വർണം, ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരും. നമുക്കറിയാം, ഇറാൻ എന്നത് ലോകത്തിലെ പ്രധാന എണ്ണ ഉൽപാദകരിൽ ഒന്നാണ്. മാത്രമല്ല, ഈ യുദ്ധാന്തരീക്ഷം തുടർന്നാൽ ഹോർമുസ് കടലിടുക്ക് തടസ്സപ്പെടുകയും ചെയ്യും. അങ്ങനെ വന്നാൽ എണ്ണ വിതരണത്തെയും അത് ബാധിക്കാം. എണ്ണവില കുതിച്ചുയർന്നാൽ ആഗോള സാമ്പത്തിക പ്രതിസന്ധി വളരെ രൂക്ഷമായി തുടരും. ഇത്തരം അനിശ്ചിതത്വങ്ങളിൽ ആളുകൾ സ്വർണത്തിലേക്ക് തിരിയുന്നതാണ് പലപ്പോഴും കാണുന്നത്. യുദ്ധാന്തരീക്ഷം തുടർന്നാൽ വരും ദിവസങ്ങളിലും സ്വർണ്ണവില റെക്കോർഡ് ഭേദിച്ചു മുന്നേറുമെന്ന് തന്നെയാണ് വിദഗ്ധരുടെ കണക്കുകൂട്ടൽ. ഇനിയൊരു തിരിച്ചുവരവുണ്ടാകില്ല എന്നാണ് പറയുന്നത്. അടുത്ത കാലത്തൊന്നും അത്തരൊരു സാഹചര്യത്തിന് സാധ്യതയില്ലെന്നാണ് നിലവിലെ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ വിപണി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. മാത്രമല്ല, ദീർഘകാലാടിസ്ഥാനത്തിൽ സ്വർണം പുതിയ ഉയരങ്ങൾ കീഴടക്കുമെന്നും പറയുന്നു. ആയതിനാൽ മാർച്ച് മാസത്തിൽ തന്നെ വില 2 ലക്ഷത്തിലേക്ക് എത്തുമോ എന്നും ചോദ്യങ്ങൾ ഉയരുകയാണ്. എന്തായാലും ആക്രമണാന്തരീക്ഷം തുടരുന്നതുകൊണ്ട് വില ഇനിയും കുതിച്ചുയരും. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.